യുഎയിലെ ഏറ്റവും ഉയരം കൂടിയ സാൻഡ് ഡ്യൂൺസ് മണൽക്കൂന ഏതാണെന്നറിയാമോ? അബുദാബി അൽദഫ്ര റീജിയനിലെ തെൽ മുരീബ്. 300 മീറ്ററോളം ഉയരമുണ്ടതിന്. സ്കെയറി മൗണ്ടൻ എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇതിപ്പോൾ പറയാൻ കാരണം ഈ ഏറ്റവും വലിയൊരു സാൻഡ് ഡ്യൂൺസിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന യുഎയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവലുകളിലൊന്നായ ലീവ ഫെസ്റ്റിവലിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഡിസംബർ 12-ാം തീയതി മുതൽ ജനുവരി 3-ാം തീയതി വരെയാണ് അബുദാബി അൽദഫ്ര റീജിയനിൽ ലീവ ഫെസ്റ്റിവൽ നടക്കുന്നത്. സാഹസികതയും സാംസ്കാരികമായ കാര്യങ്ങളുമൊക്കെ സംയുക്തമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ഫെസ്റ്റിവലിൽ ആദ്യ ദിവസം അതിഗംഭീരമായ ഫയർ വർക്ക്സും ഉണ്ട്. യുഎയിലെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള പ്രകടമായ മാറ്റം തന്നെയാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം. ഇന്ന് പകൽ സമയത്ത് പുറത്തിറങ്ങിയ ആളുകൾക്കറിയാം, ഉച്ചയ്ക്ക് പോലും അതികഠിനമായൊരു ചൂടൊന്നും ഭൂരിഭാഗം പ്രദേശങ്ങളിലുമില്ല. ചെറിയൊരു തണുത്ത കാറ്റ് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ വീശുന്നുമുണ്ട്. NCMന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇന്ന് ഈ നവംബർ 14-ാം തീയതി യുഎഇ പകൽ സമയത്തുള്ള ശരാശരി താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രി അത് 15 മുതൽ 19 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനും സാധ്യതയുണ്ടെന്ന്. ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരനെ തേടി വീണ്ടും ലക്ഷക്കണക്കിന് ഡോളറുകളുടെ ഭാഗ്യമെത്തിയിരിക്കുന്നു. $10 ലക്ഷം, അതായത് ഏകദേശം 9 കോടി ഇന്ത്യൻ രൂപയുടെ അടുത്താണ് മുംബൈ സ്വദേശിയായ ദുബായ് പ്രവാസിക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അതുൽ റാവു എന്ന മുംബൈ സ്വദേശി ദുബായിൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഷാർജയിൽ കെട്ടിട നിർമ്മാണ സൈറ്റുകൾ കേന്ദ്രീകരിച്ച് മോഷണവും മറ്റ് പല ആക്ടിവിറ്റീസും ഒക്കെ നടന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഷാർജ പോലീസ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കെട്ടിട ഉടമകളും കരാറുകാരും ഡെവലപ്പേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളാണെങ്കിലും ചെറുതാണെങ്കിലും മോഷണം പോലുള്ള കാര്യങ്ങൾ തടയുന്നതിന് CCTV ക്യാമറകൾ നിർബന്ധമായും വെക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, താരതമ്യേന വലിയ സൈറ്റുകളിലാണെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും വളരെ നല്ലതായിരിക്കും. എലി, പൂച്ച പോലുള്ള ജീവികളൊക്കെ അകത്ത് കടക്കുന്നതും മനുഷ്യരുടെയും അകത്തേക്കുള്ള അനധികൃത പ്രവേശനം തടയുന്നതിനുമൊക്കെയായി ബാരിക്കേഡുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അത് ബ്ലോക്ക് ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം നിർമ്മാണത്തിനായുള്ള സാമഗ്രികൾ വാങ്ങാനും പ്രത്യേകം പറയുന്നുണ്ട്. ദെയ്ദിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം വലിയൊരു തീപിടുത്തമുണ്ടായി. എന്നാൽ എല്ലാം നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് സിവിൽ ഡിഫൻസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. ഇന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണി വരെ രക്ഷാപ്രവർത്തനങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയായിരുന്നു. 4 മണിയോടുകൂടി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായും അറിയുന്നു. ഈ അപകടത്തിനുള്ള കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 നവംബർ 14-ാം തീയതി വെള്ളിയാഴ്ച.